യേശു തമ്പുരാൻ അവനോട്, നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. അവൻ, ഞങ്ങൾ അനേകരാകയാൽ ഞങ്ങളുടെ പേര് ലെഗിയോൻ എന്നാണ്. പ്രക്ഷുബ്ധമായ കടലിൻ്റെ അന്തരീക്ഷത്തെ ശാസിച്ച് ശാന്തമാക്കിയതിനു ശേഷം യേശു തമ്പുരാനും ശിഷ്യന്മാരും കൂടെ ഗദരദേശത്ത് എത്തുമ്പോൾ അതിലും പ്രക്ഷുബ്ധമായത് എന്ന് തോന്നിക്കും വിധത്തിലുള്ള ഒരു ഭൂതഗ്രസ്തനെ യേശു തമ്പുരാൻ അഭിമുഖീകരിക്കുന്നു. യേശു തമ്പുരാനുമായുള്ള കണ്ടുമുട്ടൽ ആ വ്യക്തിയെ സുബോധമുള്ളവനാക്കി തീർക്കുന്നു. എല്ലാ താളപ്പിഴകളും ജീവിതത്തിൻ്റെ സുന്ദരമായ അവസ്ഥകളെ എടുത്തു കളയുന്നതും നൈരാശ്യത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഇവിടെ ഭൂതഗ്രസ്തൻ സ്വയം പീഡിപ്പിക്കുന്നവനായി വിവസ്ത്രനായി ജീവിക്കുന്നുവെന്നാണ് പറയുന്നത്. നൈരാശ്യം അവൻ്റെ ബോധത്തെ കെടുത്തിക്കളയുന്നു. എന്നാൽ യേശു തമ്പുരാനുമായുള്ള കണ്ടുമുട്ടൽ അവൻ്റെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്നു. അവനിലെ ഭൂതത്തെ ശാസിക്കുകയും അവനോട് സഹാനുഭൂതിയോടെ വർത്തിക്കുന്നതുമായ സമീപന രീതിയാണ് നാം കാണുന്നത്. ഇത് അവൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നു. പുതിയ ഒരു മനുഷ്യനെ നാം ഇവിടെ കാണുന്നു. മറ്റുള്ളവർ അശുദ്ധാത്മാവ് ബാധിച്ചിരുന്ന മനുഷ്യനെ കാണുവാൻ വന്നപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി ഇരിക്കുന്നതായി കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റിക്കുന്നതും ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതുമായ ജീർണതയുടെ അനുഭവമാണ് എല്ലാവിധ ആസക്തികളും. അത് നമ്മിലുള്ള ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തെ എടുത്തു കളയുന്നതും ജീവിതത്തെ അധപതനത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഈ പരിശുദ്ധ നോമ്പിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് സുബോധമുള്ളവരായി നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പാപത്തിൻ്റെ പല ആസക്തികളിലും അകപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്ന ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും വിടുവിക്കുമാറാകണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകൃതമാക്കി തീർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമീൻ.